കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നതിനെ ചൊല്ലി നിയമസഭയിൽ വാക്പോര്. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുന്നതിനെ തടയേണ്ടതില്ലെന്ന് പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചതെന്ന് ന്യായീകരിച്ചു. യുവാക്കൾ നാട്ടിൽ നിൽക്കാതെ പോയാൽ കേരളം വൃദ്ധസദനമായി മാറുമെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. നോർക്ക റൂട്ട്സ് കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമാക്കിയാണ് മാത്യു കുഴൽനാടൻ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നാണ് പുതിയ തലമുറ വിശ്വസിക്കുന്നതെന്ന് കുഴൽനാടൻ ആരോപിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരാശരി ഒരു ചെറുപ്പക്കാരൻ +2 കഴിഞ്ഞ അല്ലെങ്കിൽ 17 വയസ്സുള്ള 18 വയസ്സുള്ള 19 വയസ്സുള്ള 20 വയസ്സുള്ള കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നിട്ടോ അംഗീകരിക്കാതിരുന്നിട്ടോ കാര്യമില്ല. ബട്ട് ഐ എം ടെല്ലിങ് യു എവരിവൺ, ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ്, വി ആർ ഫേസിങ് എ ഡേഞ്ചർ. നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ എന്റർപ്രണർഷിപ്പിന് ആളില്ലാണ്ട് വരും, സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാതെ വരും, ഇവിടുത്തെ ബിസിനസ് ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും. അവസാനം വൃദ്ധസദനമായി കേരളം മാറും. സാർ, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ 4% മാത്രമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മറുപടി പറഞ്ഞു. വലിയൊരു വിഭാഗം ഏജൻസികളും വിദേശ കുടിയേറ്റം സംബന്ധിച്ച് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രായണ കുടിയേറ്റം കുറഞ്ഞ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളമുള്ളത്. 2023 കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിൻ്റെ 4% മാത്രമാണ് സർ. ഇപ്പോൾ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന് പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല. ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത്. പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലേക്കാണ്. സംസ്ഥാനമൊട്ടാകെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹ്യ പ്രശ്നമാണിതെന്നും സമ്പത്ത് വിദേശത്തേക്ക് ഒഴുകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഏത് രീതിയിലാണ് പോകുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ, വല്ലാത്ത രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടാകുന്നു? ഒരു ഏജൻസി മാത്രം 7000 പേരാണ് ഈ കഴിഞ്ഞ വർഷം വിട്ടത്. എവിടേക്കാണ് അവർ പോകുന്നത്? നമ്മുടെ കുട്ടികളല്ലേ പോകുന്നത്? നല്ല സ്ഥാപനത്തിൽ പോയിട്ടാണോ പഠിക്കുന്നത്? അവിടെ അവർ സെറ്റിൽഡ് ആവുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞല്ലോ കെയർ ഹോംസിൻ്റെ കാര്യം, മിക്കവാറും കുട്ടികൾക്ക് കെയർ ഹോംസിലാണ് ജോലി. കെയർ ഹോംസിലെ ജോലി മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയണം, ജോലിയെക്കുറിച്ചുള്ള അങ്ങനത്തെ മോശം ധാരണയൊന്നുമില്ല. പക്ഷേ നമ്മൾ വീട്ടുകാർ ധരിക്കുന്നത് പോലെ അവിടെ സർവ്വസുഖമാണ്, അങ്ങോട്ട് പോയാൽ എന്നുള്ളൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടാകുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.